ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് എവിടെ പോകുന്നു വെച്ചെങ്കിൽ ഞാൻ എറണാകുളം പോവാം. എറണാകുളം എൻ്റെ ഹസ്ബൻഡ് അവിടെ വർക്കാക്കുന്നത്. അപ്പോൾ പെരുന്നാൾ അവിടെ കൂടാന്ന് പറഞ്ഞിട്ട് ഞാൻ പെരുന്നാൾക്ക് നോമ്പ് 29-ന് ഇത് പോകുന്നത്. കുറേ ഡിലേ ആയി, എനിക്ക് സുഖമില്ലാത്ത മീൻസ് നോമ്പ് കഴിഞ്ഞിട്ട് പെരുന്നാൾ കഴിഞ്ഞിട്ട് 2 ആഴ്ചയായി. എനിക്ക് സുഖമില്ലാതെ ഇങ്ങനെ പെൻഡിങ് ആയിട്ട് പോയി. അങ്ങനെ ഇത് ഇത്രയും ലേറ്റായി ഇടാൻ. പിന്നെ ഇടണോ വേണ്ടെന്ന് വിചാരിച്ച് പിന്നെ എടുത്തതല്ലേ, അങ്ങനെ ഇടാമെന്ന് വിചാരിച്ച്. ഞാനും എൻ്റെ 2 മക്കളും കൂടെ ആയിട്ട് പോകുന്നത്. ഹസ്ബൻഡൊക്കെ വരാൻ കഴിഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ആടെ പോയിട്ട് പെരുന്നാൾ കൂടാന്ന് വിചാരിച്ച് 1 വീക്ക് ലീവ് എടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. ഭയങ്കര എക്സൈറ്റായി. മുൻക്ക് കയറിയപ്പാട് ട്രെയിനിൻ്റെ അത്ര ആളൊന്നും ഉണ്ടായിരുന്നില്ല. മാംഗ്ലൂരിൽ നിന്ന് എടുക്കുന്ന ട്രെയിനിൽ മഞ്ചേശ്വരം ആകുമ്പോൾക്ക് നല്ല കാല് ഉണ്ടാകുന്നു. പക്ഷെ ഞങ്ങൾ അങ്ങ് എത്തോളം ട്രെയിനിന് വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരും നാട്ടിലോട്ടല്ലേ പെരുന്നാൾ സമയത്തല്ലേ വരുന്നത്. ഞങ്ങൾ നാട്ടിൽ നിന്ന് അങ്ങോട്ട് പോവുക. കുറച്ച് സമയം കഴിയുമ്പോൾ മോനക്കൊരാളെ കിട്ടി കൂട്ടിന്. ഭയങ്കര ആക്റ്റീവ് കേട്ടോ കൊച്ച്, നല്ല പാടൊക്കെ ചെയ്യും. അവന് രാവിലെ കുറച്ച് ഉറക്കപ്പിച്ചെല്ലാം ഉണ്ടായി. അങ്ങനെ അതിൻ്റെ കയ്യിൽ അത്ര ഓക്കെ അല്ല. അവളിങ്ങനെ കുറേ സംസാരിച്ചിട്ട് എപ്പോൾ പോകുമ്പോൾ ഇവനൊരാൾ കിട്ടുമെന്ന് വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ അവൾ ഭയങ്കര ആക്റ്റീവായിരുന്നു മോളോട്ടോ. അവനൊക്കെ കുറേ സമയം ഇങ്ങനെ കളിക്കുന്നുണ്ട്. അങ്ങനെ ചെറിയ മോനെ അവിടെ കിടത്തി. പക്ഷെ അവനെ കളിപ്പിക്കുന്ന അത്ര ഇഷ്ടപ്പെടുന്നില്ല അവൾ. തൊടണ്ട എൻ്റെ കൊച്ച, എൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞ് തൊടാനൊന്നും സമ്മതിക്കുന്നുണ്ടായിട്ടില്ല. പക്ഷെ അവൾ നല്ല ആക്റ്റീവാണ്. പിന്നെ പിള്ളേർക്ക് ഞങ്ങൾ അവരെ കൊഞ്ചിച്ചാലും എന്താക്കിയാലും കൊച്ചുങ്ങളെ വേണം. അവരെ കിട്ടിയാലേ അവർ ഹാപ്പിയാവും. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ആൾ ഓക്കെ ആയി, കളിക്കാനൊക്കെ തുടങ്ങി. അവളടുത്ത് കുറേ സമയം അവരങ്ങനെ കളിക്കുന്നുണ്ടായി. ട്രെയിനിൽ അങ്ങനെ ആളില്ലാത്ത കൊണ്ടേ ഇവർക്കൊരു നല്ല ഫ്രീ ആയിട്ട് കളിക്കാനും ഇരിക്കാനും കയറാനും കഴിയുന്നുണ്ടായി. കുറച്ച് സമയം കഴിഞ്ഞിട്ട് അവൾ പോയി അങ്ങോട്ട്. അവൾ സ്റ്റോപ്പെത്തി. പിന്നെ അവൾ ഇറങ്ങിയിട്ടാകുമ്പോൾ പിന്നെ ഇവനക്ക് ഒറ്റക്കായിട്ട് ബോറടിക്കാൻ തുടങ്ങി. ബാപ്പാനെ ചോദിച്ചിട്ട് കരയുന്നുണ്ടായി. എൻ്റെ ബാപ്പ എവിടെ, ഇത്ര സമയമായിട്ട് എന്താ വരാത്തതെന്നെല്ലാം ചോദിച്ചിട്ട് പിന്നെ കരച്ചിലൊക്കെ ആയി. പിന്നെ ഭയങ്കര സങ്കടമായി. ഇത്ര സമയമായി. ട്രെയിനിലാകുമ്പോൾ നല്ലോണം ഒരു 9 hours ഞങ്ങൾക്ക് ഇവിടുന്ന് ഇരിക്കാനുണ്ട്. അപ്പോൾ അത്രയ്ക്ക് സമയമാകുമ്പോൾ മടി പിടിക്കുമല്ലോ പിള്ളേർക്ക്. പിന്നെ ഒറ്റയ്ക്കല്ലേ, ഫാമിലി ഒന്നുമില്ല. ചെറിയ കുഞ്ഞ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇവനക്ക് ഭയങ്കര മടിയായി. ആൾ പകുതിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പം ഞാനിങ്ങനെ ഓരോ സ്റ്റോപ്പിൽ നിന്ന് പറയാം, നോക്ക് ബാപ്പ ഉണ്ട്. അങ്ങനെ ഫൈനലി അവൻ്റെ ബാപ്പ എത്തിയിട്ടാകുമ്പോൾ ആൾ ഓക്കെ ആയി. പിന്നെ അങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. എപ്പം ഉപ്പമാർ വന്നിട്ടാകുമ്പോൾ പിള്ളേരെല്ലാവരും ബാപ്പാൻ്റെ ഒക്കെ തന്നെ ഉണ്ടാവല്ലോ. പിന്നെ ഞാൻ ഫ്രീ ആയി. 2 ആളെ ഞാൻ അങ്ങോട്ട് കൊടുത്തു. ഇവന് കുറേ ആയില്ലേ കാണാത്ത. അങ്ങനെ ഇങ്ങനെ നോക്കുന്നത് ആരിതെന്ന് ആളങ്ങോട്ട് പിടികിട്ടിയില്ല. ഫസ്റ്റ് ആളെ ആരെങ്കിലും കണ്ടവൻ ഇങ്ങനെ മുഖം നോക്കും. കരയല്ല, കുറേ സമയം ഇങ്ങനെ മുഖം നോക്കും. ഇതാരെന്ന് പറഞ്ഞിട്ട്. ഇത് 1 day ഫുള്ള് ഉണ്ടായിരുന്നു ഇത് ഇവന് ആളെ തിരിച്ചറിയാൻ കുറേ സമയം എടുത്തു. ഫാസ്റ്റിംഗ് സമയത്ത് പോയതല്ലേ, നോമ്പിന് പോയത് കൊണ്ട് എത്രയെങ്കിലും സമയം പോകുന്നതുണ്ട്. ഒരുമാതിരി ഭയങ്കര ടയർഡായി ട്രെയിനിൽ, ചൂടും അങ്ങനത്തെ വെയിലിനൊക്കെ. ഇവന് ട്രെയിനിൽ കയറി തൊട്ട് പറയാൻ തുടങ്ങി, ഞാൻ മുകളിലിരുത്ത്. പക്ഷെ ഞാൻ ബാപ്പ വന്നിട്ട് എന്ന് പറഞ്ഞിട്ട് റഷിനെ വെയിറ്റ് ആക്കി. വന്ന ശേഷം അവന് കുറച്ച് സമയം മുകളിൽ കയറി. ഇത് കൊച്ചി എയർപോർട്ട് എത്തി. അപ്പോൾ അവരങ്ങോട്ട് പോയിട്ട് സ്റ്റപ്പിൻ്റെ അടുത്ത് പോയിട്ട് നിന്നിട്ട് നോക്കുന്നുണ്ടായിരുന്നു അവിടെ ഫ്ലൈറ്റൊക്കെ കാണുമെന്ന് പറഞ്ഞിട്ട്. ഫൈനലി എറണാകുളം എത്തി ഞങ്ങൾ.
ട്രെയിൻ ഇറങ്ങിയിട്ട് കുറച്ച് പോകാനുണ്ടല്ലേ. खड़ी है. Your attention please. Train number 12683 Ernakulam was എന്നെ മോനെ യൂബർ കയറ്റിയിട്ട് വിട്ട്. ലഗേജ് കുറേ ഉണ്ടായിന്, സ്കൂട്ടിയിൽ പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് എന്നെ ഊബറാക്കിയിട്ട് വിട്ട്. അവന് ബാപ്പാനൊക്കെ വരുന്നെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഒന്നിച്ച് വന്ന് ഞാൻ ഓട്ടോയിൽ പോയി. മോന് നല്ലോണം ടയേർഡായി, കുറേ സമയം ട്രെയിനിലിരുന്നതല്ലേ. ട്രെയിനും പിന്നെ 1 hour ഡിലേ ആയി. അങ്ങനെ റൂമിൻ്റെ അവിടെ എത്തി. ഷോപ്പിൻ്റെ അവിടെ തന്നെയായിരുന്നു റൂം. ഷോപ്പിലെത്തി. ഇതാണ് എൻ്റെ ലഗേജ്. എന്നെ കളിയാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്നെ എത്തിക്കൊണ്ട് വരുന്നെങ്കിൽ നീ അതും കൊണ്ടിട്ടേന്ന്. ഞാൻ നോമ്പറക്കാനുള്ള സമയമായി. നോമ്പ് ഞങ്ങൾ അവിടെ തന്നെ പുറത്തിരുന്ന് തുറന്ന്. ഫസ്റ്റ് ടൈം ഞാൻ ഇങ്ങനെ നോമ്പറക്കുന്നത്. നോമ്പ് ഒന്നിനൊന്നും ഞാൻ നോമ്പ് തുറന്നിന്. പിന്നെ എനിക്ക് നോമ്പറക്കാൻ കിട്ടിയിട്ടില്ല. എപ്പോൾ ഞാൻ വരുമ്പോൾ ഏകദേശം ബാങ്ക് കൊടുത്തിട്ടാവും. ബാങ്ക് കൊടുത്ത ശേഷം ഞാൻ വീട്ടിലേക്ക് എത്തുന്നത്, ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത് ലാസ്റ്റ് നോമ്പ് നമുക്ക് ഇങ്ങനെ നല്ലൊരു തുറക്കാൻ കഴിഞ്ഞിട്ട്. ഇത് നല്ലൊരു യൂസ്ഫുൾ ഐറ്റമാണ്. ചെറിയ കുഞ്ഞുങ്ങൾക്കെല്ലാം ഫ്രൂട്ട്സ് ഫീഡ്, ഞങ്ങൾക്കൊക്കെ ഫ്രൂട്ട്സൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ വീട്ടിൽ നിന്ന് കുറച്ച് പെരുന്നാപ്പം ഉണ്ടായി, റഷ്യക്ക് വേണ്ടി കൊടുത്തയച്ചത്. അത് ഞാൻ കഴിച്ചില്ല. എന്ത് എന്തത് എങ്ങനെയുണ്ട്? ആരാക്കി തന്നെ? ബാപ്പാക്കി തന്നെ. ഓനങ്ങനെ ബർഗറൊന്നും കഴിക്കാത്ത ആൾ. അങ്ങനെ ബർഗറൊന്നും ഇഷ്ടമല്ല. പക്ഷേ ഇവിടെ എത്തിയിട്ടാകുമ്പോൾ എന്താ അറിയില്ല, ഭയങ്കര ബർഗറിൻ്റെ കൊതി പിടിച്ചിന്. വന്ന് തൊട്ട് റഷ് എടുത്ത് പറയുന്നുണ്ട് എനിക്ക് ബർഗറാക്കിയിട്ട് വേണം, ബർഗറാക്കിയിട്ട് വേണം. അങ്ങനെ അവനക്ക് ബർഗറാക്കിയിട്ട് റഷ് കൊടുത്തിട്ട് അത് കഴിക്കുന്നുണ്ടായിന്. അവന് എപ്പം ഫുള്ള് കഴിക്കല, പകുതിയൊക്കെ വിട്ടു. പക്ഷേ ഇതെന്താണെന്ന് അറിയില്ല, അവന് കഴിക്കാതെ കുറേ ആയത് കൊണ്ടാണെന്ന് അറിയില്ല, അവന് ഫുള്ള് കഴിച്ച്. പിന്നെ അവിടെ ഒരു മാങ്ങ ഉണ്ടായി, മാങ്ങ കഴിക്കാതെ കുറേ ആയി ഞാൻ. പിന്നെ ഞങ്ങൾ പെരുന്നാളിനായിട്ട് ഡ്രസ്സ് എടുക്കാൻ പോയി. എൻ്റെ ഓൾറെഡി ഞാൻ ഒരു ബ്ലോഗ് ഇട്ടീന്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഒരു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.